ഇത് ഈ പയ്യൻ എങ്ങനെയോട് നോക്കി. കൊള്ളാം കേട്ടാ, ഇതവക്ക് ചേരും ഇല്ലേ? അറിയപ്പെടുന്ന തറവാട്ടുകാരാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ആലോചിക്കും. ഹാ, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നോ? ഷിഫ്റ്റൊക്കെയാ, പക്ഷെ കിട്ടുന്നത് നക്കാപ്പിച്ചാണെന്ന് മാത്രം. പക്ഷെ ചെയ്യുന്നത് മാലാകമാരുടെ ജോലിയല്ലേ? മാലാക എടോ, ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഈ ജോലി ആരെങ്കിലും കിട്ടുവോടോ? അതൊക്കെ പോട്ടെ, ചെക്കന്റെ ജോലി എന്താ? ജോലി ഇവിടുത്തെ മരുമകൾ ചെയ്യുന്ന അതേ ജോലി തന്നെയാ. തന്നോട് ഞാൻ പറഞ്ഞതല്ലേ, കല്യാണം നടന്നില്ലേലും ഈ വർഗത്തിന്റെ ഒന്ന് ആലോചന കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന്. എന്റെ കൊച്ചേ എഞ്ചിനീയറാ. അതിന് ചേർന്ന ഒരു ആലോചന കിട്ടുമ്പോ മാത്രം താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി, കേട്ടല്ലോ? ഇവിടെ വന്നു കയറിയ ഒന്നിനെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമ്പോഴാ വീണ്ടും അതുപോലെ ഒരെണ്ണം കൊണ്ടുവന്നിരിക്കണേ. എന്താ പടി? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ആ, മോളെ, അമ്മ എനിക്ക് വെച്ചേക്കാനോ? മുത്തശ്ശ ആഹാരം തന്നില്ലേ? ഇല്ല. അമ്മ മോൾക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ലേ? നിന്റെ കൊച്ചിന് ആഹാരം കൊടുത്തോന്ന് നീ എന്നോടാണോ ചോദിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ കൊച്ചിന് നീ ആഹാരം കൊടുക്കണം. അമ്മ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരെ അല്പം വൈകിയതിനാണോ അമ്മ ഇങ്ങനെ പറയുന്നേ? മനഃപൂർവ്വം അല്ലല്ലോ, തിരക്കായതുകൊണ്ടല്ലേ. നിന്നെ ജോലിക്കും വിട്ട് കൊച്ചിന്റെ കാര്യം നോക്കിക്കൊള്ളാൻ ഞാൻ വാക്ക് തന്നിട്ടുണ്ടോ നിനക്ക്? ഇല്ലല്ലോ. ഈ വീട്ടിലെ കാര്യം നോക്കി കൊച്ചിന്റെ കാര്യം നോക്കിയിട്ട് ജോലിക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നുള്ളതാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇല്ലേ? എന്റെ പൊന്നമ്മേ, എന്റെ കൊച്ചിന് ഞാൻ തന്നെ ആഹാരം കൊടുത്തോളാം. ഇനി അതിന്റെ പേരിൽ അമ്മ രാവിലെ തുടങ്ങണ്ട. ഓ, തമ്പുരാട്ടിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എടി, എൻ്റെ കൊച്ചിനെ ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയത്. അതുപോലെ നീ നിന്റെ കൊച്ചിന്റെ കാര്യം അങ്ങ് നോക്കിയാൽ മതി. അല്ലാതെ നിന്റെ കൊച്ചിന്റെ കാര്യം നോക്കാന്നൊന്നും ഞാൻ ആർക്കും വാക്ക് തന്നിട്ടില്ല കേട്ടോ. നീയേ കൊച്ചിന് ആഹാരം കൊടുത്തിട്ട് അടുക്കളയിലോട്ട് കയറി. ഇന്നലെ രാത്രി കഴിച്ച പാത്രം തൊട്ട് കിടപ്പുണ്ട്. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് കയറി അഭിനയിച്ച് കിടക്കാന്നൊന്നും വിചാരിക്കണ്ട, കേട്ടല്ലോ? പോ. ആരാ വീണ ഇതിന് പുറത്തെടുത്തിട്ടത്? ഞാനാ. പുറത്തെടുത്ത് ഇട്ടല്ല, പുറത്തെടുത്ത് കളഞ്ഞതാ. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈ വീട് മുഴുവനും മരച്ച് വൃത്തിയിടാക്കി ഇട്ടിരിക്കുക. ഈ കുരുത്തം കുട്ടേനെ ഇവിടെ ഇട്ടിട്ട് പോയാലേ ആര് നോക്കുമെന്ന് വിചാരിച്ചിട്ടാ? നാളെ തൊട്ട് ജോലിക്ക് പോകുമ്പോൾ അതിനെയും കൂടെ കൊണ്ടുപോക്കണം. എനിക്ക് വയ്യ ഊട്ടാനും ഉറക്കാനും ഒന്നും. മോൾ എവിടെ വീണേ? റൂമിലിരിപ്പുണ്ട്. എന്തടി, എന്ത് പറ്റി എനിക്ക്? അവിടെ പട്ടിയാണെന്ന് തോന്നുന്നു. വാതിൽ പട്ടി അപ്പിട്ടിട്ടുണ്ടാവും. നീ ഒന്ന് കോരിക്കളഞ്ഞേക്ക്.
എന്തേ തമ്പുരാട്ടി കണ്ണി കണ്ടവരുടെ എല്ലാം അപ്പിയും മൂത്രം കോരാനല്ലേ ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി പോണത്. ഇതൊന്നുമില്ലല്ലോ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പട്ടിയല്ലേ. ആ പോയി ക്ലീൻ ചെയ്. ഇതോടെ വയ്ക്ക്. നിന്നോടല്ലേ പറഞ്ഞത് അവിടെ വെക്കാൻ? നീ എന്തിനാടി രാവിലെ ചുമ്മാ കുഞ്ഞിനോട് ചുമ്മാ ദേഷ്യപ്പെടുന്നേ? മോൾ അച്ഛമ്മ എടുത്ത് പോക്കെ. അതെ, നേഴ്സ് എന്നൊരു ജോലി അമ്മ കരുതുന്ന ജോലിയല്ലാന്നൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. എന്നാലും കേൾക്കുന്നതിനൊരു പരിധിയില്ലേ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം, പോരെ? ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനും ചെയ്യുന്നൊരു ജോലിയാ, ആ ഒരു പരിഗണന തന്നാ മതി. എന്തായി ജോലിയുടെ കാര്യം? നെക്സ്റ്റ് വീക്ക് 2 ഇന്റർവ്യൂ ഉണ്ട്, നോക്കാം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, അമ്മേ, അമ്മ എണീക്ക അമ്മേ, അമ്മ എന്ത് പറ്റിയ അമ്മേ, അമ്മേ, അമ്മ എണീക്ക അമ്മേ, ചേച്ചി, അമ്മേ, ചേച്ചി, ചേച്ചി, എന്തു പറ്റി? അമ്മ, അമ്മ എണീക്ക അമ്മേ, അമ്മേ, ചേച്ചി, അമ്മേ, ചേച്ചി ചേട്ടൻ എവിടെ പോയി? ചേട്ടാ ഇന്റർവ്യൂവിന് പോയിരിക്കുക. ചേച്ചി കോളൊന്നും പോണില്ല, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അമ്മേ, അമ്മ എണീക്ക അമ്മേ, 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 അമ്മേ. പൾസില്ല. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? അമ്മേ, അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അമ്മ ഓക്കെയാ. ഒരു നിമിഷം എല്ലാം കൈവിട്ടു പോയെന്നാ തോന്നിയത്. അങ്ങനെ കൈവിട്ട് കളയാൻ ഞങ്ങൾ സമ്മതിക്കൂ. വീട്ടിലൊരു നേഴ്സ് ഉള്ളതിന്റെ വില അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ശരിക്കും എന്റെ 2ാം ജന്മമായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മ ഒരുപാട് കുറ്റം പറഞ്ഞ ഇവളുടെ ജോലിയുടെ മഹത്വം അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ അമ്മയ്ക്ക് ജോലിക്ക് ഒരു വിലയിടാൻ പറ്റുന്നുണ്ടോ അമ്മ? ഈ ജോലിക്കെന്നല്ല, ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു വിലയുണ്ട്. അത് കിട്ടുന്ന ശമ്പളത്തിന്റെ അളവിലല്ല. ഏട്ടാ, ഈ സമയത്തല്ല ഇതൊന്നും പറയേണ്ടത്. ഇല്ല മോളെ, ഈ സമയത്താണ് ഇതൊക്കെ പറയേണ്ടത്. ഞാൻ നിന്നെ അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പൊ സംസാരിക്കണ്ട, റെസ്റ്റ് എടുക്ക. സോറി മോളെ.